7 ആശീർവാദത്തോടെ പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇരുന്നു കൊണ്ടും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാം. നിങ്ങളുടെ സ്വാതന്ത്ര്യം പോലെ 7 ആശീർവാദം ഏകദേശം 3/4 മണിക്കൂർ സമയമുണ്ട്. അപ്പോൾ ഇവിടെ എഴുതി തന്ന വ്യക്തികളുടെ നിയോഗം, അവരുടെ പേരും ആവശ്യത്തെയും പറഞ്ഞു പ്രാർത്ഥിക്കും. ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ പരിശുദ്ധ കുർബാന എടുത്തുയർത്തി 4 വശങ്ങളിലുള്ളവരെ ആശീർവദിച്ച് പ്രാർത്ഥിക്കും. ഈ സമയത്ത് നിങ്ങൾക്ക് മുട്ടിൽ നിന്നാണോ പ്രാർത്ഥിക്കേണ്ടത്, നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാനാണോ മനസ്സിൽ തോന്നുന്നത്, അതോ ഇരുന്നു കൊണ്ടാണോ, അത് നിങ്ങളുടെ സ്വാതന്ത്ര്യം പോലെ നിങ്ങൾ ഈ സമയം പ്രയോജനപ്പെടുത്തിക്കൊള്ളുക. ഈ സമയം ബഹുമാനപ്പെട്ട സോജനച്ചൻ പരിശുദ്ധ കുർബാന എടുത്തുയർത്തി മുന്നോട്ട് നീങ്ങുമ്പോൾ 7 സ്ഥലങ്ങളിൽ നിർത്തി പ്രാർത്ഥിക്കും. ഇപ്പോൾ ഓരോരുത്തരുടെ പേരുകളും ആവശ്യങ്ങളും പറഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. ശുശ്രൂഷകരും പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം. കർത്താവേ, ഈ നല്ല സമയത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ സമയത്തെ അങ്ങേക്ക് ഞങ്ങൾ നൽകുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുവാൻ ഇടയാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ സംഭവിക്കാൻ ഇടയാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ മുതൽ ഞങ്ങൾ പ്രാർത്ഥനയാൽ ആൽവിൻ പഠന വിജയത്തിനായി പ്രാർത്ഥിക്കുന്നു. മെൽവിൻ വിസ തടസ്സം മാറുവാൻ പ്രാർത്ഥിക്കുന്നു. ജോയൽ പഠന വിജയത്തിനായി പ്രാർത്ഥിക്കുന്നു. ജെസ്സി പഠന വിജയത്തിനായി പ്രാർത്ഥിക്കുന്നു. ജെന്നിഫറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോമേഷിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആഗ്നസ് ജീവിത പങ്കാളിയുടെ ദേഷ്യം മാറുവാൻ പ്രാർത്ഥിക്കുന്നു. ബിന്ദു ജപ്തി ഒഴിവാക്കി കിട്ടുവാൻ, കടം വീട്ടുവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഷെൽബി പരീക്ഷ എഴുതാനുള്ള തടസ്സങ്ങൾ മാറുവാൻ പ്രാർത്ഥിക്കുന്നു. ജോൺ ബിൻസി വിദേശത്ത് കുടുംബം ഒന്നിച്ച് വസിക്കാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാറ പരീക്ഷയിൽ വിജയം ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. പൈലി കൊടുത്ത പണം തിരിച്ചു കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. അന്നമ്മ കേസ് അനുകൂലമായ വിധി വരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോസ് രോഗ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. ജെയ്സൺ വിവാഹം നടക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ഗ്രീഷ്മ വിവാഹം നടക്കുവാൻ പ്രാർത്ഥിക്കുന്നു. റിയ വിവാഹം നടക്കുവാൻ, ലോൺ കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. സജു കടഭാരം മാറുവാൻ പ്രാർത്ഥിക്കുന്നു. ഷോളി കേസിൽ നിന്നും വിടുതൽ കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. ആഷ്ലി പഠന പുരോഗതിക്കായി പ്രാർത്ഥിക്കുന്നു. ആൻസി ദൈവകൃപയിൽ വിവാഹം നടക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൽദോസ് ദൈവഹിത പ്രകാരമുള്ള വിവാഹം നടക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ആൽബി ദൈവഹിത പ്രകാരമുള്ള വിവാഹം നടക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ഫ്രാൻസിസ് കേസിൽ നിന്നും വിടുതൽ കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. ആൽബർട്ട് നല്ലൊരു ഭവനത്തിനായി നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നു. ഡെയ്സി കടഭാരം മാറുവാൻ പ്രാർത്ഥിക്കുന്നു. അഞ്ജു ദൈവകൃപയുള്ള കുടുംബ ജീവിതത്തിനായി പ്രാർത്ഥിക്കുന്നു. മിഥുൻ നല്ലൊരു ജോലി ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. സോന നല്ലൊരു ജോലി ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. അരുൺ സ്ഥിരമായൊരു ജോലി ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. ബെൻസി രോഗ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. മേബിൾ രോഗ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. കാതറിൻ രോഗ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. റബേക്ക ദൈവകൃപയുള്ള വിവാഹം നടക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ പരിശുദ്ധ കുർബാന എടുത്തുയർത്തി 1ാമത്തെ പ്രാവശ്യം ആശീർവദിക്കുമ്പോൾ ഇത്രയും വ്യക്തികളെ, അവരുടെ ചെറുതും വലുതുമായ ആവശ്യങ്ങളെ, നിയോഗങ്ങളെ ഒരുമിച്ച് കരങ്ങളെ ഉയർത്തി സാധ്യമെങ്കിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ. യേശുവേ, ഈ നിയോഗങ്ങളുടെ മേൽ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, ദൈവശക്തി വ്യാപരിക്കണമേ. ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുത ശക്തി ഇവരിൽ പ്രവർത്തിക്കണമേ. ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുത ശക്തി ഇവരിൽ വെളിപ്പെടണമേ. ഹല്ലേലൂയ. യേശുവേ, നന്ദി പറയുന്നു, ഞങ്ങളെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ശക്തിയായ ഇടപെടലിൽ ഏൽപ്പിച്ചു തന്നോണ്ട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ, നന്ദി നന്ദി. ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. Hallelujah.
ഒരുമിച്ച് പാടാമോ? തന്നോടു ചേർപ്പാൻ വേഗം വരുന്നേശു മശിഹ. വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. കരങ്ങളെ സാധ്യമെങ്കിൽ ഹൃദയത്തോട് ചേർത്ത് രണ്ടാമത്തെ ആശീർവാദ പ്രാർത്ഥനയ്ക്ക് ഒരുങ്ങുമ്പോൾ ഈ പേരുകളും നിയോഗങ്ങളും ചേർത്ത് വയ്ക്കുകയാണ്. സ്മിത വിദേശത്ത് പോകുവാനുള്ള തടസ്സം മാറുവാൻ പ്രാർത്ഥിക്കുന്നു. മിനി മക്കൾ അനുഗ്രഹിക്കപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നു. അനിറ്റ DH എക്സാം പാസ്സാകുവാൻ പ്രാർത്ഥിക്കുന്നു. അലീന ജോലി ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. മേരി സിന്ധു ന്യൂസിലാൻഡിലുള്ള വിസ തടസ്സങ്ങൾ മാറുവാൻ പ്രാർത്ഥിക്കുന്നു. റെജീന കൊടുത്ത പണം തിരിച്ചു കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. റെനു ഗവൺമെന്റ് ജോലി ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. ടിലൻ മാത്യു അനുഗ്രഹിക്കപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നു. ടാനിയ ഈ മക്കൾ അനുഗ്രഹിക്കപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നു. ലിസ ജർമ്മനിയിൽ ജോലി ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. ലിൻസി ഓസ്ട്രേലിയയിൽ ജോലി കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. അഞ്ജലി സെറ്റ് എക്സാം പാസ്സാകുവാൻ പ്രാർത്ഥിക്കുന്നു. ആഷ്ലി വിദേശത്ത് പോകുവാൻ പ്രാർത്ഥിക്കുന്നു. നിവ്യ വിവാഹം നടക്കുവാൻ പ്രാർത്ഥിക്കുന്നു. മെൽറജു കേസിൽ നിന്നും വിമോചനം കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയ റിയ വിവാഹം അനുഗ്രഹമാകുവാൻ പ്രാർത്ഥിക്കുന്നു. ഷാരോൺ ജർമ്മൻ എക്സാം വിജയിക്കാൻ പ്രാർത്ഥിക്കുന്നു. ഡെയ്സി സാമ്പത്തിക പ്രതിസന്ധി മാറുവാൻ ഒരു വീട് ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. രമ്യ വിവാഹം നടക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ആതിര സ്വന്തമായൊരു ഭവനത്തിനായി പ്രാർത്ഥിക്കുന്നു. മാർഗ്രറ്റ് കുടുംബം ഐക്യത്തിലാകാൻ പ്രാർത്ഥിക്കുന്നു. ആൻഡോ ലഹരിയിൽ നിന്ന് മോചനം ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. ലിയോ ജോലി കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. ജോഗിൻ കടഭാരം മാറുവാൻ പ്രാർത്ഥിക്കുന്നു. വത്സമ്മ രോഗസൗഖ്യമുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. റെജി സ്ഥലം നല്ല വിലയ്ക്ക് വിൽക്കുവാൻ പ്രാർത്ഥിക്കുന്നു. സോണിയ വിശ്വാസത്തിൽ ആഴപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നു. റോസ്ലിൻ കടഭാരം മാറുവാൻ പ്രാർത്ഥിക്കുന്നു. അമൃത വിവാഹം നടക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ഐശ്വര്യ ഉന്നത വിജയത്തിനായി പ്രാർത്ഥിക്കുന്നു. അമൽ ഉന്നത വിജയത്തിനായി പ്രാർത്ഥിക്കുന്നു. അഭിഷേക് പരിശുദ്ധാത്മാവിൽ നിറയാൻ പ്രാർത്ഥിക്കുന്നു. സോഭി സാമ്പത്തിക പ്രയാസം മാറുവാൻ പ്രാർത്ഥിക്കുന്നു. ഗ്രേസി പഠിക്കാനുള്ള മടി മാറുവാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയങ്ക കുടുംബം ഐക്യത്തിലാകാൻ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആകാശ് വിശുദ്ധിയിൽ വിശ്വാസത്തിൽ വളരാൻ പ്രാർത്ഥിക്കുന്നു. ഗ്ലോറിയ ശാരീരിക സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. പ്രിയങ്ക OCD രോഗസൗഖ്യം ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു. ചിന്നമ്മ സ്ഥലം വിറ്റ് കടം വീട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. ജോസഫ് കടഭാരം മാറുന്നതിന് പ്രാർത്ഥിക്കുന്നു. സജന ഗവൺമെന്റ് ജോലിയിൽ ഒരു അനുഗ്രഹം ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രണ്ടാമത്തെ ആശീർവാദം നൽകുമ്പോൾ ഈ പേരുകളും ഈ ആവശ്യങ്ങളും ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു. കർത്താവെ, എന്തിനാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് ഞങ്ങളുടെ വിശ്വാസമാണ്. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ടെന്നുള്ള ആ വാക്കിലുള്ള വിശ്വാസമാണ് ഈ പ്രാർത്ഥനയുടെ. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ അവരുടെ പേരുകളും ആവശ്യങ്ങളും ചോദിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. ജീസസ്. ചേർന്ന് പാടാമോ? അവൻ അത്ഭുതമന്ത്രിയാം ദൈവം, നിത്യദാതനം വീരനാം ദൈവം. ചേർന്ന് പാടാമോ? ഉന്നത ദേവൻ, നീതിയിൽ സൂര്യൻ, രാജാധിരാജനാം മശിഹ. അവൻ അത്ഭുതമന്ത്രിയാം ദൈവം, നിത്യദാതനം വീരനാം ദൈവം. കർത്താവേ, അനുഗ്രഹം വർഷിക്കണമേ. ഉന്നത ദേവൻ, നീതിയിൽ സൂര്യൻ, രാജാധിരാജനാം. അതുകൊണ്ട് ആ കരം ഉയർത്തി ഒന്ന് പറയാം.
ആശീർവാദത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന പേരുകളെ ഓർക്കുകയാണ്. ക്രിസ്റ്റോം മുഴ ഓപ്പറേഷൻ കൂടാതെ ഒരു അത്ഭുത സൗഖ്യമുണ്ടാകുവാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ബൈജു കടഭാരം മാറുന്നതിനായി പ്രാർത്ഥിക്കുന്നു. സജൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട സംരംഭം വിജയിക്കാൻ പ്രാർത്ഥിക്കുന്നു. ജോയ്സ് PCOD രോഗസൗഖ്യമുണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു. തോമസ് കുടുംബത്തിൽ ഐക്യവും സമാധാനമുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. ആൻസി മക്കളുടെ വിവാഹം നടക്കുവാൻ പ്രാർത്ഥിക്കുന്നു. മേഴ്സി മകളുടെ വിവാഹം നടക്കുവാൻ പ്രാർത്ഥിക്കുന്നു. എലിസബത്ത് സച്ചിൻ്റെ മാനസിക രോഗ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. ബെറ്റി മകന് പരീക്ഷ ജയിച്ച് നല്ലൊരു ജോലി കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. അഞ്ചു മകന് വിസ ശരിയായി കുവൈറ്റിൽ പോകാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമല വിവാഹം നടക്കുവാൻ പ്രാർത്ഥിക്കുന്നു. അലീന കുടുംബം നല്ല ഒരു കമ്പനിയിൽ ജോലി കിട്ടാൻ പ്രാർത്ഥിക്കുന്നു. ഷാരോൺ ദൈവകൃപയുള്ളൊരു വിവാഹം നടക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ആരോൺ പഠന പുരോഗതിക്കായുള്ള പ്രാർത്ഥന വയ്ക്കുന്നു. മണി കടഭാരം മാറുവാൻ രോഗശാന്തിക്കായും പ്രാർത്ഥിക്കുന്നു. മേഴ്സി മകൻ്റെ വിവാഹം നടക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ഫിലോമിന മകന് ജോലി കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. പോൾസൺ ലഹരിയിൽ നിന്നും വിടുതൽ കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. അമലു വിവാഹം നടക്കുവാനും PR കിട്ടുവാനും പ്രാർത്ഥിക്കുന്നു. ജിൽറ്റി സന്താന ഭാഗ്യം ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. പ്രദീപ് വിസ തടസ്സവും കടഭാരവും മാറുവാൻ പ്രാർത്ഥിക്കുന്നു. അനീഷ് സാമ്പത്തിക പുരോഗതിക്കായി പ്രാർത്ഥിക്കുന്നു. ഷാക്കോച്ചൻ മൂത്ത മകന്റെ വിവാഹം നടക്കുവാൻ പ്രാർത്ഥിക്കുന്നു. റിക്കു നഷ്ടപ്പെട്ട 5 ലക്ഷം രൂപ തിരിച്ചു കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. ജിൻസി ലൈസൻസ് ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. സാജൻ മകൾക്ക് വിദേശത്ത് ജോലി കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. ഗ്ലൈസൻ മാനസികമായ ആരോഗ്യം ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. റബേക്ക MBBS സീറ്റ് കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. ഇമ്മാനുവേൽ നന്നായി പഠിക്കുവാനുള്ള അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുമോൾ മരുമകന്റെ മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കുന്നു. ലിൻസി കടഭാരം മാറി മക്കൾ അനുഗ്രഹിക്കപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നു. സ്വപ്ന ഭർത്താവിൻ്റെ ട്രാൻസ്ഫർ നടന്നു ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മൂന്നാമത്തെ ആശീർവാദം നൽകുമ്പോൾ നമ്മുടെ സാധ്യമെങ്കിൽ കരങ്ങളെ ഉയർത്തി പറഞ്ഞ പേരുകൾ, പറഞ്ഞ നിയോഗങ്ങൾ, എന്താണോ വിശ്വാസത്തിൽ പറയുന്നത്, എന്താണോ വിശ്വാസം പറഞ്ഞു നടക്കുന്നത്, അത് നിനക്ക് നടന്നു കിട്ടും. അത് ദൈവം നിനക്ക് നടത്തി തരും. ദൈവം അത് അത്ഭുതമാക്കി മാറ്റി തരും. ഇതൊരു ശക്തമായൊരു ദൈവിക ഇടപെടലിന് കാരണമാകട്ടെ. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ജീസസ്, പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ സഹായിക്കണമേ, പരിശുദ്ധാത്മാവേ സഹായിക്കണമേ. ജീസസ്, ഹല്ലേലൂയ, യേശുവേ. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല. അവനൊപ്പം പറയാനാരുമില്ല, അവനെ പോലാരാധ്യനില്ല. ഒരുമിച്ച് പാടാമോ? അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല. അവനൊപ്പം പറയാനാരുമില്ല, അവനെ പോലാരാധ്യനില്ല. അതുകൊണ്ട് ആ കരം ഉയർത്തി പാടാമോ? ദിവ്യകാരുണ്യാശീർവാദത്തിലേക്ക് ഒരുങ്ങുമ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തികളും അവരുടെ നിയോഗങ്ങളും പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. എന്തിനാ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതെന്നറിയാമോ? വിശ്വാസം പറയുമ്പോൾ അത് നടന്നു കിട്ടുമെന്ന വിശ്വാസമാണ്. ഈ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ഒരു സാക്ഷ്യമുണ്ടാകുമെന്ന് ഉറപ്പായി ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ജയ മകനും മകൾക്കും
ജോലി ലഭിക്കാനും മകളുടെ വിവാഹം നടക്കുവാനും പ്രാർത്ഥിക്കുന്നു. മാനുവേൽ വിദേശത്ത് നല്ലൊരു ജോലി ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. റീന മകന്റെ ലഹരിയിൽ നിന്ന് മോചനം കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. മിനി തൈറോയിഡിന്റെ ഓപ്പറേഷൻ വിജയമാകുവാൻ പ്രാർത്ഥിക്കുന്നു. മീനു ഒരു നല്ല അനുഗ്രഹം ലഭിക്കുവാനും അയർലൻഡിൽ വിസ കിട്ടുവാനും പ്രാർത്ഥിക്കുന്നു. റൈന ഭർത്താവിന് സ്ഥിരം ജോലി കിട്ടാൻ പ്രാർത്ഥിക്കുന്നു. ടീന സ്ഥിരം ജോലിയും ഉദര സൗഖ്യത്തിനായും പ്രാർത്ഥിക്കുന്നു. അദീന നല്ല ജോലി കിട്ടുവാനും ദൈവാനുഗ്രഹം ഉണ്ടാകാനും പ്രാർത്ഥിക്കുന്നു. സാബു ഭാര്യയുടെ ഗർഭാശയ രോഗങ്ങൾ സൗഖ്യമാകാൻ പ്രാർത്ഥിക്കുന്നു. കിരൺ നല്ല തീരുമാനമെടുക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ടോം വിദേശത്ത് ഉയർന്ന ശമ്പളമുള്ളൊരു ജോലി ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. അമൽ സഹോദരന് ജോലി കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. അമൽ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. ജോസ് ജർമ്മൻ വിസ തടസ്സം മാറുവാൻ പ്രാർത്ഥിക്കുന്നു. മെൽവിൻ വിമാനയാത്ര സംരക്ഷണമാകുവാൻ പ്രാർത്ഥിക്കുന്നു. അലൻ ഭയം മാറിക്കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. സ്റ്റിൻഡു മെഡിക്കൽ എക്സാം പാസ്സാകുവാൻ പ്രാർത്ഥിക്കുന്നു. റീനു കുടുംബ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു. അഭിജിത്ത് ബ്രെയിൻ രോഗ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. ഇമ്മാനുവേൽ മുടങ്ങിക്കിടക്കുന്ന നേർച്ച നിറവേറ്റുവാനും സ്വന്തമായൊരു ഭവനമുണ്ടാകാനും പ്രാർത്ഥിക്കുന്നു. അഭിഷേക് വരുന്ന എക്സാം പാസ്സായി നല്ല പോസ്റ്റിംഗ് ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. സാറാമ്മ സന്താന സൗഭാഗ്യത്തിന് കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. ലിൻസി അയർലൻഡിൽ ജോലി കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. ലിബു ഉയർന്ന ജോലി ലഭിക്കാൻ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു. ബേബി ചാക്കോ ജോലിയുടെ തടസ്സം മാറുവാൻ പ്രാർത്ഥിക്കുന്നു. ബിബിന ജോലിയിലെ തടസ്സം മാറുവാൻ പ്രാർത്ഥിക്കുന്നു. ജോസഫ് ശാരീരിക രോഗ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. ലിബി മക്കൾക്ക് നന്നായി പഠിക്കുവാനുള്ള കൃപ കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. ജാസ്മിൻ കടം വീട്ടിൽ കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. എബിൻ ACCA എക്സാം വിജയിക്കാൻ പ്രാർത്ഥിക്കുന്നു. ML +2 വിജയം ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ജേക്കബ് കടഭാരം മാറുവാൻ പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് നാലാമത്തെ ആശീർവാദ സമയത്ത് പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങൾ വ്യക്തികൾ ഇപ്പോൾ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. കർത്താവേ, ഈ നാലാമത്തെ ആശീർവാദം അങ്ങ് നൽകുമ്പോൾ ഈ ജനത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ. ഈ ജനത്തെ അങ്ങ് ഏറ്റെടുക്കണമേ. ഈ ജനത്തിൻ്റെ മേൽ അത്ഭുതങ്ങൾ സംഭവിക്കണമേ. ഈ ജനത്തിൻ്റെ മേൽ അത്ഭുത വിടുതലുകൾ സംഭവിക്കണമേ. എല്ലാവരും ചേർന്ന് സ്തുതിച്ച് ഈ നാലാമത്തെ ആശീർവാദം നൽകി സ്വീകരിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ. അങ്ങയുടെ അത്ഭുതകരം നീട്ടണമേ. അങ്ങയുടെ അത്ഭുതകരം നീട്ടണമേ. അടയാളങ്ങളും അത്ഭുതങ്ങളും ഇവിടെ സംഭവിക്കണമേ. അടയാളങ്ങളും അത്ഭുതങ്ങളും ഇവിടെ സംഭവിക്കണമേ. സംഭവിക്കണമേ, സംഭവിക്കണമേ. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കണമേ. ആമേൻ. ചേർന്ന് പാടാമോ? വിശ്വാസത്തോടെ വിശ്വസിക്കുന്നു. അവനൽഭുതമന്ത്രിയാം ദൈവം, നിത്യനാഥനാം വീരനാം ദൈവം, ഉന്നത ദേവൻ, നീതിയിൽ സൂര്യൻ, രാജാതിരാജനാം ശിവ. കരമുയർത്തി പറയാം. ആശീർവാദത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഏറെ പ്രതീക്ഷയോടെ ഒന്ന് കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. അഞ്ചാമത്തെ ആശീർവാദം നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ഓരോരുത്തരുടെയും പേരുകൾ പറഞ്ഞ് പ്രാർത്ഥിക്കാം.
ബെൻസി സംസാരശേഷി തിരിച്ചു കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. നാൻസി മകളുടെ രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. മേഘ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബെൻസൺ അനിറ്റയുടെ രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. ലൈല സാമ്പത്തിക പ്രയാസം മാറുവാൻ ഒരു ഭവനം വാങ്ങുവാൻ പ്രാർത്ഥിക്കുന്നു. അമല നിരാശ മാറ്റി പ്രത്യാശ ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. അതുൽ ജർമ്മൻ ഭാഷ വിജയത്തിനായി പ്രാർത്ഥിക്കുന്നു. സെബാസ്റ്റ്യൻ ലഹരിയിൽ നിന്ന് മോചനം കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. സോണിയ അനുഗ്രഹമുള്ളൊരു ജോലി കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. സുനിൽ ഷേർലി സന്തോഷമായി ഒന്നിച്ചുള്ളൊരു ജീവിതം പ്രാർത്ഥിക്കുന്നു. ക്ലാര നഷ്ടപ്പെട്ട പണം തിരിച്ചു കിട്ടാൻ പെൻഷൻ തടസ്സം മാറിക്കിട്ടുവാനും പ്രാർത്ഥിക്കുന്നു. ജൂബി പുതിയൊരു ജോലി കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. അലൻസിയ +2 ഉന്നത വിജയത്തിനായി പ്രാർത്ഥിക്കുന്നു. അലീന എക്സാം വിജയിക്കാൻ പ്രാർത്ഥിക്കുന്നു. ബിജു പൈൽസ് രോഗം സൗഖ്യമാകാൻ പ്രാർത്ഥിക്കുന്നു. സംഗീത BSc നഴ്സിംഗ് അഡ്മിഷൻ കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. സ്വിറ്റ്ലി അലർജി രോഗ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. ഷീജ ചാക്കോയുടെ മാനസികാരോഗ്യം സൗഖ്യമാകാൻ പ്രാർത്ഥിക്കുന്നു. നിഖിൽ വിവാഹം നടക്കുവാൻ പ്രാർത്ഥിക്കുന്നു. സൂസൻ ക്യാൻസർ രോഗ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. എൽസി മക്കൾക്ക് അയർലൻഡ് ജോലി കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. ബാബു ദുശീലങ്ങൾ മാറുന്നതിനായി പ്രാർത്ഥിക്കുന്നു. മേരി മകന് സംസാരശേഷി കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. മഞ്ജു സിവിൽ ID കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. സിനി വഴി തടസ്സം മാറി ഭവനം പണിയാൻ പ്രാർത്ഥിക്കുന്നു. അധിൻ രാജ് PSC ജോലി ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. മേരി നല്ലൊരു സ്വഭാവവും വിശ്വാസത്തിൽ വളരുവാനും പ്രാർത്ഥിക്കുന്നു. ജിതിൻ വിവാഹ തടസ്സം മാറുവാൻ പ്രാർത്ഥിക്കുന്നു. ആദിത്യ +2 ഉന്നത വിജയം കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. ഡെയ്സി ഭർത്താവ് വിശ്വാസത്തിൽ ആഴപ്പെടാൻ പ്രാർത്ഥിക്കുന്നു. ബീന ഷിബിന്റെ കടഭാരം മാറുവാൻ പ്രാർത്ഥിക്കുന്നു. 5ാമത്തെ ആശീർവാദ സമയത്ത് കരങ്ങളെ നമുക്കൊന്ന് ഉയർത്താം. കർത്താവേ, ഈ 5 ആശീർവാദ സമയത്തും പറഞ്ഞ പേരുകളും നിയോഗങ്ങളും മറന്നുപോകാതെ അത് പ്രാർത്ഥിച്ചവരെയും എഴുതി ആ നിയോഗം സമർപ്പിച്ചവരെയും ഇന്നുവരെ ആലയത്തിൽ നിയോഗം എഴുതിയിട്ടവരുണ്ട്, പ്രാർത്ഥന ചോദിച്ചവരുണ്ട്. എൻ്റെ ജീവിതത്തിൽ എന്താ ദൈവം ഇടപെടാത്തതെന്ന് സങ്കടത്തോടെ ചോദിച്ചവരുണ്ട്. എനിക്കൊരു സാക്ഷ്യം പറയാനൊരു ആഗ്രഹമുണ്ട്, എൻ്റെ സാക്ഷ്യം എനിക്ക് പറയാൻ ഒക്കണം. അതുപോലെ ദൈവത്തിൽ ആശ്രയിക്കുന്നവരുണ്ട്. അവരെല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ട് വിശ്വാസത്തോടെ ഒന്ന് ശബ്ദമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ, ചേർന്ന് പാടാമോ? പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മിശിഹാ. പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മിശിഹാ. അതുകൊണ്ട് ആശീർവാദത്തിലേക്ക് പേരുകൾ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അൽഫോൺസ പഠന മേഖലയിൽ വിജയം ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. മെൽവിൻ ജോലിയിലെ തടസ്സം മാറുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിധിൻ വിവാഹം അനുഗ്രഹമാകുവാൻ പ്രാർത്ഥിക്കുന്നു. നിമ്മി കുടുംബ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു. ഷെറിൻ കിട്ടിയ ജോലിക്ക് സ്പോൺസർഷിപ്പ് ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. ജിനോളി ഹൃദയ സംബന്ധമായ രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. ആശ
ആഷ്ലി നല്ലൊരു ജോലിയും ഭാവിയും ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. ആന്റണി വിശ്വാസത്തിൽ നിലനിൽക്കാൻ പ്രാർത്ഥിക്കുന്നു. സുജാകുമാരി ഭവനമണി പൂർത്തിയാകാൻ പ്രാർത്ഥിക്കുന്നു. അലക്സ് ബിസിനസ് അനുഗ്രഹമാകാനും പ്രാർത്ഥിക്കുന്നു. ബെറ്റി പഠന വിജയത്തിനായി പ്രാർത്ഥിക്കുന്നു. ചിന്നമ്മ നിയോഗം സമർപ്പിച്ച പ്രിയപ്പെട്ട ഒരു വ്യക്തിയുടെ മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കുന്നു. ജോബി കുടുംബ ജീവിതം ഐക്യത്തിലാകാൻ പ്രാർത്ഥിക്കുന്നു. ജോയൽ പഠന പുരോഗതിക്കായി പ്രാർത്ഥിക്കുന്നു. ലിൻഡ വിശ്വാസത്തിൽ വളരുവാൻ പ്രാർത്ഥിക്കുന്നു. എലിസബത്ത് രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. അതുൽ രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. ബേബി മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കുന്നു. സോബിൻ പരീക്ഷാ വിജയം ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. സുഭാഷ് കടഭാരം മാറുവാൻ പ്രാർത്ഥിക്കുന്നു. ഋഷ അനുഗ്രഹമുള്ളൊരു ജീവിതത്തിനായി പ്രാർത്ഥിക്കുന്നു. മാത്തുക്കുട്ടി വൈരാഗ്യവും വെറുപ്പും ഒന്ന് മാറിക്കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. ലൗല് ഇസ്രായേലിൽ പോകാനുള്ള വിസയുടെ തടസ്സം മാറുവാൻ പ്രാർത്ഥിക്കുന്നു. നിർമ്മല ദേവാലയത്തിന് സമീപം അനുയോജ്യമായൊരു സ്ഥലവും വീട് മേടിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. അജിത്ത് പ്രാക്ടിക്കൽ തിയറി പാസ്സാകുവാൻ, ഡോക്ടറായി പഠന വിജയം ലഭിക്കാൻ എല്ലാം പ്രാർത്ഥിക്കുന്നു. ഷൈനി കുടുംബം അനുഗ്രഹമാകാൻ പ്രാർത്ഥിക്കുന്നു. മേരി സിന്ധു കടഭാരം മാറുവാൻ പ്രാർത്ഥിക്കുന്നു. മാനുവേൽ പരീക്ഷ വിജയത്തിനായി പ്രാർത്ഥിക്കുന്നു. അഖിൽ വിവാഹം നടക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ജോസഫ് റെഡ്ഡി സ്ഥലം വിറ്റ് കടം വീട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. റോണി ജീവിത പങ്കാളിയുടെ തിരിച്ചു വരവിനായി പ്രാർത്ഥിക്കുന്നു. ആൽവിൻ നല്ലൊരു ജോലി ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. ട്രീസ ജോലിയിൽ പ്രമോഷൻ കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. അലക്സ് വിസ വേഗം വരുന്നതിനായി പ്രാർത്ഥിക്കുന്നു. ബിനോയി കരകയറാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്ന് കരകയറുവാൻ പ്രാർത്ഥിക്കുന്നു. മൈക്കിൾ വിദേശത്ത് പോകുവാനും കടം വീട്ടുവാനും പ്രാർത്ഥിക്കുന്നു. സെബാസ്റ്റ്യൻ അമേരിക്കയിൽ ഇന്റർവ്യൂ വിജയിക്കാൻ പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തിൽ ആഴപ്പെടാൻ പ്രാർത്ഥിക്കുന്നു. പ്രിൻസ് സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു. ടോമി ദുശീലത്തിൽ നിന്ന് വിമോചനം കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. ആൽവിൻ ഭവനമണി പൂർത്തിയാകാൻ പ്രാർത്ഥിക്കുന്നു. അലീനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മെർലിൻ ഓഫർ ലെറ്റർ കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. സരോജ് കടം വീട്ടുന്നതിനായി പ്രാർത്ഥിക്കുന്നു. അരുണിമ ജോലി കിട്ടുന്നതിനായി പ്രാർത്ഥിക്കുന്നു. സൗമ്യ ഹാർട്ട് രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. അഖില അലർജി രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. ജിജി സ്വന്തമായൊരു ഭവനത്തിനായി പ്രാർത്ഥിക്കുന്നു. ജിൻസി സന്താന സൗഭാഗ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. ജിജോ കടഭാരം മാറുവാൻ പ്രാർത്ഥിക്കുന്നു. ജോസഫ് മരിയയുടെ വിവാഹം നടക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. ആറാമത്തെ ആശീർവാദ സമയത്ത് സമർപ്പിച്ച വ്യക്തികളുണ്ട്. പറഞ്ഞ നിയോഗമുണ്ട്. ഒരുപക്ഷെ ഈ നിയോഗത്തിൽ പേര് കൊടുക്കാൻ കഴിയാത്തവരുണ്ട്. നിങ്ങളുടെ പേരുകൾ ആ സ്ഥാനത്ത് നിന്ന് ചുമ്മാ ഓർക്കുക. കർത്താവ്, എൻ്റെ പേരും കൂടെ ഞാൻ ആ കൂട്ടത്തിൽ വെക്കുന്നു. എൻ്റെ ആവശ്യങ്ങളെ കൂടി ഞാൻ ആ കൂട്ടത്തിൽ പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തെ അനുഗ്രഹിക്കുന്നതോടൊപ്പം ആ കൂട്ടത്തിൽ എന്നെ കൂടി അനുഗ്രഹിക്കണമേ. ഈ ജനത്തെ അനുഗ്രഹിക്കുന്നതോടൊപ്പം ആ കൂട്ടത്തിൽ എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ. എൻ്റെ തലമുറയെയും അനുഗ്രഹിക്കണമേ. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, ആറാമത്തെ ആശീർവാദം ഞങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ഇവിടെ നടക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ശക്തി വെളിപ്പെടാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നന്ദി. ചേർന്ന് പാടാമോ? ചേർന്ന് പാടാമോ? വരും നീതാവിരവിൽ തൻ പ്രിയ സുതരെ തന്നോട് ചേർപ്പാൻ വേഗം വരും യേശുമശിഹാ. കോടാകോടിതൻ ദൂതസൈന്യവുമാ മേഘാരൂഢനായി വരും നീതാവിരവിൽ പ്രിയ സുതരെ തന്നോട് ചേർപ്പാൻ വേഗം വരും. അതുകൊണ്ട് ആ കരം ഉയർത്തിപ്പ ഒരു കരം വീശി
ഇന്നത്തെ ആശീർവാദത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മളിപ്പോൾ പ്രാർത്ഥിച്ചു തുടങ്ങുന്നു. എല്ലാവരും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ശൈലി മകൻ്റെ അപസ്മാര രോഗ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. ജോസഫ് കടക്കണിയിൽ നിന്ന് മോചനം കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. ആമോസ് ഇമ്മാനുവേൽ നന്നായി പഠിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. ബിജു ഗൾഫിൽ പോകാനുള്ള തടസ്സം മാറുവാൻ പ്രാർത്ഥിക്കുന്നു. ബിജു ഭാര്യയുടെ മാറ്റത്തിനായി പ്രാർത്ഥിക്കുന്നു. ആൽഫി ദുബായിൽ പോകുവാനുള്ള തടസ്സം മാറുവാൻ പ്രാർത്ഥിക്കുന്നു. ഷിജു തൊഴിൽ മേഖലയിൽ ഉയർച്ച ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു. ആൻ മരിയ സൈക്കാട്രിക് രോഗം സൗഖ്യമാകുവാൻ പ്രാർത്ഥിക്കുന്നു. രഞ്ജിത്ത് റെയിൽവേ എക്സാം വിജയിക്കാൻ പ്രാർത്ഥിക്കുന്നു. ലിജോ ഭാര്യയുടെ തിരിച്ചുവരവിനായി പ്രാർത്ഥിക്കുന്നു. മേരി ജേസി കുടുംബം ദൈവാനുഗ്രഹത്തിലാകാൻ പ്രാർത്ഥിക്കുന്നു. സുരേഷ് കടഭാരം തീരുന്നതിനായി പ്രാർത്ഥിക്കുന്നു. നിഷിത വിദേശത്ത് ജോലി കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. ഷീബ മകന്റെ വിവാഹം നടക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ബിബിന ദൈവഹിത പ്രകാരമുള്ള കോഴ്സ് തെരഞ്ഞെടുക്കുവാൻ പ്രാർത്ഥിക്കുന്നു. വിപിൻ വിവാഹം നടക്കുവാൻ പ്രമോഷൻ ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ആൻറ്റോ കടം വീട്ടി ജപ്തിയിൽ നിന്ന് മോചനം കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. ഷീജ സെപ്റ്റംബർ 10 കിട്ടുവാനായി കുറി കിട്ടുവാനായി പ്രാർത്ഥിക്കുന്നു. സീന ഭർത്താവിൻ്റെ രോഗ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. ബിനു ഇറ്റലിയിൽ വിസ കിട്ടുന്നതിനായി പ്രാർത്ഥിക്കുന്നു. പവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിൽസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അഞ്ജലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിൽസൺ അലർജി രോഗ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. ലിബിന വിവാഹം നടക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. യമുന പഠനം പൂർത്തീകരിച്ച് ജോലി കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. ജെസ്സി മകൾക്ക് സന്താന സൗഭാഗ്യം ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. ലൈല ജോലി സ്ഥലത്ത് ഐക്യമുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. ജെസ്സി ഭർത്താവിൻ്റെ മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കുന്നു. ലാലി റോബിൻ്റെ വിവാഹം നടക്കുവാൻ പ്രാർത്ഥിക്കുന്നു. സുബിൻ ഹാർട്ട് രോഗ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. ഷീല യൂട്രസ് സംബന്ധമായ രോഗ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. ശില്പ ഗവൺമെൻറ് ജോലി കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. റോസ് മേരി വിസ തടസ്സം മാറി കിട്ടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇത്രയും കാര്യങ്ങളെ സമർപ്പിച്ചുകൊണ്ട് 7 ആശീർവാദത്തിലും സമർപ്പിച്ച പ്രാർത്ഥനകളെ നിയോഗത്തോടെ ഉയർത്തി ഒന്നെല്ലാവരും ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തിൻ്റെ മേൽ അടയാളങ്ങൾ അത്ഭുതങ്ങൾ നടക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തിൻ്റെ മേൽ ദൈവശക്തി വ്യാപരിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ശക്തമായ പ്രവൃത്തികൾ നടക്കാൻ പ്രാർത്ഥിക്കുന്നു. ആദ്യ നൂറ്റാണ്ടിൽ സംഭവിച്ചതുപോലെ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കാൻ പ്രാർത്ഥിക്കുന്നു. അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ജീസസ്. ആമേൻ ആമേൻ. ചേർന്ന് പാടാമോ? ചേർന്ന് പാടാമോ? അവർ അത്ഭുതമന്ത്രിയാം ദൈവം, നിത്യതാതനാം വീരനാം ദൈവം, ഉന്നത ദേവൻ, നീതിയിൽ സൂര്യൻ, രാജാതിരാജനാം മിശിഹാ. എല്ലാവരും ചേർന്ന് പാടാമോ? അവർ അത്ഭുതമന്ത്രിയാം ദൈവം, നിത്യതാതനാം വീരനാം ദൈവം, ഉന്നത ദേവൻ, നീതിയിൽ സൂര്യൻ, രാജാതിരാജനാം. കരമുയർത്തി വീശി പാടുന്നു.